ഹായ് ഓൾ, ഇന്നൊരു നാടൻ വിഭവം കണ്ടാലോ? നമുക്ക് നോക്കാം വീഡിയോയിലേക്ക്. നമ്മൾ ഇന്ന് കപ്പ വച്ചിട്ടാണ് പുതിയ ഡിഷ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കപ്പ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി വേവിച്ചെടുക്കണം. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം ചൂടാകാൻ വെച്ചു. ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് വേവിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ വേവ് ഒന്ന് നോക്കാം. കപ്പ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരപ്പ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വലിയൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളക്, അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട്. ഇനി ആ ഒതുക്കിയെടുത്ത തേങ്ങ നമുക്ക് ഈ വാർത്ത് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് താളിക്കാനുണ്ട്. അതിനായിട്ടൊരു ചെറിയ പാൻ വെച്ചു. അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കടുക് വറുത്ത് നമുക്ക് ഇനി കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ ആ അരപ്പും കടുക് വറുത്തതും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഈ കപ്പ ഒന്ന് ഉടച്ചെടുക്കണം. അങ്ങനെ നമ്മളെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.